ബേക്കൽ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനുകളിൽ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ ഫോർ കൗൺസിലിംഗ് പ്രവർത്തനം ആരംഭിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയും മാനസിക പിന്തുണയും ലക്ഷ്യമാക്കി കുടുംബശ്രീ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷനും ആഭ്യന്തര വകുപ്പും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ്, സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക്, ജില്ലാ പോലീസ് വകുപ്പ് എന്നിവർ ചേർന്നാണ് ജില്ലയിലെ ഡിവൈഎസ്പി ഓഫീസുകളിൽ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ ഫോർ കൗൺസിലിംഗ് ആരംഭിച്ചത്. പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ടെത്തുന്നവരിൽ അടിയന്തര മാനസിക പിന്തുണയും ക്ഷേമവും ആവശ്യമുള്ളവർക്ക് കുടുംബശ്രീ കമ്മ്യൂണിറ്റി കൌൺസിലർമാരെ ചുമതലപ്പെടുത്തി മാനസിക പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെന്ററുകൾ നടപ്പാക്കുന്നത്. പ്രധാനമായും സ്ത്രീകൾക്കും കുട്ടികൾക്കും അതോടൊപ്പം പൊതുജനങ്ങൾക്കും ആവശ്യമായ കൌൺസിലിംഗ് നൽകും. ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ ഉദുമ MLA CH കുഞ്ഞമ്പു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ശാരീരികമായ പുറത്ത് പറയാൻ പലപ്പോഴും പറ്റാത്ത പലതരത്തിലുള്ള ആക്രമണങ്ങളും സ്ത്രീകളും കുട്ടികളും പൊതുസമൂഹവും നേരിടുകയാണ്. അത് ഏറിയേറി വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ മാനസികാരോഗ്യം വളരെ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ശാരീരിക ആരോഗ്യത്തെക്കാൾ മികച്ചതാണ് മാനസികാരോഗ്യം എന്ന് നമ്മൾ കണക്കാക്കണം. ശാരീരികമായ ഒരു അവശത വന്നാൽ നമുക്ക് ഡോക്ടർക്ക് പോയിട്ട് മരുന്ന് വാങ്ങാം. ഡോക്ടർ നമുക്ക് പറഞ്ഞാൽ പെട്ടെന്ന് അദ്ദേഹത്തിന് പിടികിട്ടുമെന്നാണ്. മാനസികാരോഗ്യം ദുർബലമായാൽ എന്ത് ചെയ്യും? എങ്ങനെ കണ്ടെത്തും? ഡോക്ടറുടെ വീട്ടിലേക്ക് മനസ്സ് ശരിയില്ല എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് മാത്രം ഡോക്ടർക്ക് അത് എന്താണ് അതിൻ്റെ ചികിത്സ എന്ന് കണ്ടെത്താൻ പറ്റുമോ? അവിടെയാണ് കൗൺസിലിങ്ങിൻ്റെ പ്രാധാന്യം കിടക്കുന്നത്. ബേക്കൽ DVSP VV മനോജ് അധ്യക്ഷനായി. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ, ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ലക്ഷ്മി എന്നിവർ വിശിഷ്ടാതിഥികളായി സംബന്ധിച്ചു. വാർഡംഗം ഷൈനിമോൾ പള്ളിക്കര, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ K സുമതി തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ ADMC C സൗദ സ്വാഗതവും ഉദുമ CDS ചെയർപേഴ്സൺ K സനൂജ നന്ദിയും പറഞ്ഞു. ആഴ്ചയിൽ 2 ദിവസമാണ് എക്സ്റ്റൻഷൻ സെന്റർ പ്രവർത്തിക്കുക. വനിതാ ശിശു സൗഹൃദമായ കൌൺസിലിംഗ് മുറി, ശുചിമുറി സൗകര്യം, കുടിവെള്ളം എന്നിവ സെന്ററിലുണ്ടാകും. കുട്ടികൾക്കായി കളിപ്പാട്ടങ്ങളും ഉണ്ടായിരിക്കും. പരിശീലനം ആരംഭിച്ച കമ്മ്യൂണിറ്റി കൌൺസിലർമാരുടെ സേവനം ലഭ്യമാണ്. കുടുംബശ്രീ സംവിധാനമോ ആവശ്യമായ സർക്കാർ സംവിധാനങ്ങളോ ഉപയോഗിച്ച് ആവശ്യമായ കേസുകളിൽ പുനരധിവാസം നൽകും. സെന്ററിലെ കൌൺസിലർക്കും പ്രവർത്തനങ്ങൾക്കും ഫീൽഡ് തല പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ പിന്തുണ പോലീസ് ഉറപ്പുവരുത്തും. പോലീസ് സ്റ്റേഷനിലെത്തുന്ന ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ, കുട്ടികളുമായി ബന്ധപ്പെട്ട കേസുകൾ, കുടുംബ പ്രശ്നങ്ങൾ, മാനസിക പിന്തുണ ആവശ്യമായ മറ്റു കേസുകൾ എന്നിവയാണ് എക്സ്റ്റൻഷൻ സെന്ററിലേക്ക് റഫർ ചെയ്യുക. കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നടന്ന പരിപാടി മണ്ഡലം MLA E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തരമൊരു സംവിധാനം ഉണ്ടാക്കാൻ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ എന്തായിരുന്നു കാരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചു. അതോടൊപ്പം നമ്മുടെ സമൂഹത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അത് വളരെ കൂടുതലാണ്. അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. ആ കേസുകളൊക്കെ വരുമ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും ആദ്യമായി പറയുക കുടുംബ കോടതിയിലോ അല്ലെങ്കിൽ പോലീസിലോ ഒക്കെ വന്ന ആളുകൾ ഇവിടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന് കരുതുകയാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ DVSP നേരത്തെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ പോലീസിൻ്റെ അടുത്ത് വന്ന് ഇത്തരം പരാതികൾ പറയുകയോ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പരാതിയുടെ അടിസ്ഥാനത്തിൽ എത്തുകയോ ചെയ്യുന്ന ചിലരെങ്കിലും വിചാരിക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ആരുടെയെങ്കിലും ഒരു പക്ഷത്ത് ചേരുമോ എന്ന സംശയമൊക്കെ ഉണ്ടാകും. DVSP ബാബു പെരിങ്ങേത്ത് അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ മുഖ്യാതിഥിയായി സംബന്ധിച്ചു. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ P അജിത് കുമാർ, കുടുംബശ്രീ ചെയർപേഴ്സൺമാരായ K സുജിനി, സൂര്യ ജാനകി, ജനമൈത്രി പോലീസ് ഓഫീസർ P പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ് വിഷൻ.